ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇന്നൊരു ബിരിയാണി കഴിക്കാൻ പോകണം. വെറും ബിരിയാണി അല്ല എടാ, കല്യാണ ബിരിയാണി. അത് എവിടെയാന്നറിയോ? എവിടെയാടാ? എവിടെയാണ്? മികായല. ഇതാണ് ഗൈസ് മിക്കാസ് ബിരിയാണി. കണ്ണൂരിലെ മിക്കാസ് ബിരിയാണി. കണ്ണൂരിലെ മിക്കാസ് ബിരിയാണി ഇതില്ലടാ. ഇവര് ശരിക്കും ഇത് കണ്ണൂരൊക്കെ ഇട്ടെങ്കിൽ നല്ല ഇതുണ്ടാവും കേട്ടോ. പക്ഷെ ഇവരത് കണ്ണൂരൊന്നും ഇടുന്നില്ല. ഇതിപ്പം തളിപ്പറമ്പ് വരണം നമ്മൾ ഈ ബിരിയാണി കഴിക്കണമെങ്കിൽ. നല്ല അടിപൊളി ബിരിയാണി. ഞാൻ തന്നെ ഒരു 3-4 വട്ടം കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നൊക്കെ അടിപൊളി ബിരിയാണി ഗൈസ്. ഇനി ഇപ്പം മിക്കാസ് ബിരിയാണി അവിടെ നിന്ന് കാണാം അല്ലേ? ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ തളിപ്പറമ്പ് ടൗണ്. ഇവിടുന്ന് വരെ തളിപ്പറമ്പ് ടൗൺ ആണ് ഈ കാണുന്നത്. നമ്മുടെ തളിപ്പറമ്പിലെ ബോധീസ് ഉണ്ട് അവിടെ. ഇവിടെയാണ് കേട്ടോ പുതിയ ബോധീസ് വരുന്നത്. അതുപോലെ തളിപ്പറമ്പില് അന്നൊരു കത്തി ബിൽഡിംഗ് ഇല്ലേ? അവിടെ നീ കണ്ടിട്ടുണ്ടോ ബിൽഡിങ്? അന്ന് കത്തി ബിൽഡിംഗ് കണ്ടില്ല? ആ ബിൽഡിംഗ് കാണിച്ചു തരാം കേട്ടോ. എടാ ആ സൈഡ് കേട്ടോ ആ ബിൽഡിങ് ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി സ്പീഡിൽ കേട്ടോ. ഒരു രാത്രി മൊത്തം നിന്ന് കത്തിയ ഒരു ബിൽഡിംഗ് ഉണ്ട് ഗൈസ്. അത് നിങ്ങൾ കാണണ്ടതാ. ഓളത്തിലേക്ക് പോകുന്നത് ആ ബിൽഡിംഗ് കണ്ടോ? ആ ബിൽഡിംഗ് കണ്ടോ? ആ ബിൽഡിംഗ് ആണ് അന്ന് കത്തിയത്. ഫുൾ അങ്ങോട്ട് കത്തി. അങ്ങനെ അത് നിന്ന് കത്തി ഗൈസ്. നമുക്ക് നേരെയല്ലേ? നമുക്ക് നേരെ പോവാം. ഇതാണ് തളിപ്പറമ്പ് ടൗൺ കേട്ടോ. തളിപ്പറമ്പ് ഒരു അടിപൊളി ടൗൺ കേട്ടോ. എനിക്ക് തോന്നി ഇനി കണ്ണൂർ കഴിഞ്ഞാൽ മറ്റേ നല്ലൊരു ടൗണായിട്ട് വരുന്നത് തളിപ്പറമ്പായിരിക്കും അല്ലേ? നിങ്ങളുടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് കഴിക്കാൻ ഫുഡ്? ഞാൻ 4 വട്ടം വന്നിട്ടുണ്ടോ? പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പില്ലടാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോഴേ ആ ഒരു പഴയ ബിരിയാണിയുടെ ടേസ്റ്റ് ഇല്ല. എത്ര വർഷം ഇവിടെ തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ടുണ്ടാവും തോന്നുട്ടാ. അത്രയായിട്ടുണ്ടാവും. സ്റ്റാർട്ടിങ്ങിന് കിട്ടിയ ടേസ്റ്റ് ഇല്ല. ആ ടേസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോ ഇല്ല. അതായത് അന്ന് എന്തോ എനിക്കൊന്ന് മസാല കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് നോക്കി നോക്കാം. കല്യാണ ബിരിയാണിന്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടോ നോക്കാം അല്ലേ? സാധാരണ കല്യാണ ബിരിയാണി ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് സോഫ്റ്റും പിന്നെ മിക്കാസും അല്ലേ? മിക്കാസ് ഞാൻ ഇതുവരെ കഴിച്ചില്ല. നീ മിക്കാസ് കഴിച്ചില്ലേ? അപ്പൊ നിന്റെ ഓളച്ച് റിവ്യൂ എടുക്കണല്ലോ ഇപ്രാവശ്യം. എന്റെ കഞ്ഞി കഴിപ്പാ. ഇവന്റെ കന്നി ബിരിയാണി അല്ലേ? കന്നി ബിരിയാണി ഫസ്റ്റ് ടൈം. ബിരിയാണി ഉണ്ടോ? മറ്റേ ലഗോൺ ബിരിയാണി ഉണ്ടോ? നമ്മുടെ മംഗല ബിരിയാണി അതല്ലേ? ഓക്കെ ഉണ്ട് കേട്ടോ. ബിരിയാണി ഉണ്ട്. വാ എന്താ ഇതാണ് മിക്കാസ് ബിരിയാണി. അത് ഈ ഹോട്ടലിലെ പേരാട്ടോ, മിക്കാസ് ബിരിയാണി തന്നെ പേര്. മിക്കാസ് അല്ല, മിക്കാസ് ബിരിയാണിയാണ് ഇതിന്റെ പേര്. നമുക്ക് മാറിപ്പോയി. എല്ലാവരും മിക്കാസ് ബിരിയാണി എന്ന് പറയുമ്പോൾ എന്താ വിചാരിക്കറിയോ? എന്താണ് ഇവ ഇങ്ങനെ പറയുന്നത്? മിക്കാസ് ആണോ ബിരിയാണി എന്ന് വിചാരിക്കും. ഇതാണ് മിക്കാസ് ബിരിയാണി. ഓക്കെ, എ സിയിലേക്കല്ലേ? ഒരു മിനിറ്റ് വയറിലാവേ. നമുക്ക് 2 ലഗോൺ ചിക്കൻ ബിരിയാണി എടുക്കാം. ഒരു ബീഫ് ബിരിയാണി. മന്തി വേണോ? വേണ്ടല്ലോ, മന്തി വേണ്ട, ബിരിയാണി ആയിക്കോട്ടെ. കുടിക്കാൻ എന്താ വേണ്ടേ? കുടിക്കാൻ എന്തെങ്കിലും പറയാം അല്ലേ? കഴിഞ്ഞിട്ട് പറയാലോ അല്ലേ? എന്താ ഏഷ്യയിൽ ഇവന് മാത്രമേ കഴിവുള്ളൂ. ഇതെന്താ സംഭവം അറിയോ? എൻ്റെ പണ്ട് ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ഒരിക്കൽ ഇതുപോലെ കളിച്ചിട്ടേ ടീച്ചർ ഉപേക്ഷ ഒരിക്കൽ ക്ലാസ്സിൽ ഫുൾ ടൈം ഒരു പീരീഡ് മൊത്തം ഞാൻ ഇങ്ങനെ കറക്റ്റ് പുസ്തകം. പണിഷ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഞാനിത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചേ. ഭയങ്കര
ഇവര് ഭയങ്കര മടിയാണല്ലോ. അതൊക്കെ കറക്കാൻ പറ്റില്ല. ഞാൻ പ്ലേറ്റിലേക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഇല്ല വേണ്ട. നീ കുപ്പി കറക്ക്. ഇല്ല ആവശ്യമില്ലാത്ത വെള്ളം നീ. AC, ഫാന്, ബൾബ്, എല്ലാവരും മംഗലത്തിന് സെറ്റപ്പില്ലേ അല്ലേ? മംഗല സെറ്റപ്പ് ഇല്ലല്ലേ? ഏത് മംഗലത്തിന് ഏത് സെറ്റപ്പ് ഉള്ളത്? ഇവിടെ വെച്ചേട്ടാ. ചേട്ടാ കുടിക്കാനെന്നല്ലേ മറ്റേ ഇതെന്താ കുടിക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും മസാല കുറവാ? ആ ഓക്കെ ഓക്കെ. അല്ല അല്ലാതെ ബോട്ടിൽ കൊക്കോള എടുക്കാല്ലേ? ആഡംബരം ആയിക്കോട്ടെ, കളറായിക്കോട്ടെ. കളറായിക്കോട്ടെ. എടാ അപ്പം ബിരിയാണി വന്നു. ഇനി എന്താ നിന്റെ പ്ലാൻ എന്താ? ഞാൻ ഇത് കഴിക്കണം. എടുക്ക് ബിരിയാണി എടുക്ക്. സ്പൂണില്ല, കൈ കൊണ്ട് എടുക്കടാ. ഞാനങ്ങനെ ശീലിച്ചില്ല. ഇത് ചിക്കൻ അല്ലേ? ചിക്കൻ. ഓക്കെ എടാ നല്ലോണം എടുക്ക്. ഇത് ബീഫ് ബിരിയാണി കേട്ടോ. ഇത് ബീഫ്, ഇത് ചിക്കൻ. മസാല കുറച്ചാക്കിയതാണുള്ളൂ. ഇത് മസാല ഉള്ളത് നല്ലോണം മസാല ഉള്ളത് അല്ല. ഇല്ല നോർമൽ മസാലയും ഇത് കുറച്ച് കുറച്ചിട്ടും അത്രയേ ഉള്ളൂ. ഇനി നീ കഴിച്ചു നോക്കിയാ. ഞാൻ ബീഫ് എടുക്കാം. ഓക്കെ ചേട്ടാ വലുതുണ്ടോ? ബീഫ് ബിരിയാണി കേട്ടോ. ഇതൊന്നും വേണം, ഒന്നും വേണ്ടേ? ആ ഗ്ലാസ് എന്ത് അതെന്ത് ചെയ്യും നോക്കാം നമുക്ക്. ഇൻട്രാ അടിപൊളി. എന്താണ് നിന്റെ ഒരു ഇത്? എങ്ങനെയുണ്ട്? മംഗലത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടോ? നല്ലൊരു ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. നീ കഴിച്ചതിൽ ബെറ്റർ ആണോ അതോ? നമ്മളെ കണ്ണൂർ സോഫ്റ്റത്തെ ബിരിയാണി ഒന്നും പോലെയല്ല. മസാല വ്യത്യാസമില്ല അല്ലേ? മസാലയും വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റ്. പ്രത്യേക ടേസ്റ്റാ? വിവരിക്കാൻ പറ്റുമോ ടേസ്റ്റ് എങ്ങനെയാണെന്ന്? വിവരിക്കാൻ ഞാൻ കവിയൊന്നുമല്ലല്ലോ. സമയമില്ല. കവിയല്ലല്ലോ. നോക്കുന്നവരും എടാ സാലഡ് കൂട്ടി അടിച്ചു പോയി. ഞാൻ ബീഫ് ബിരിയാണി ട്രൈ ചെയ്യാം കേട്ടോ. ബീഫ് ബിരിയാണി എങ്ങനെയാണ്? എല്ലാം പാകത്തിനേ ഉള്ളൂ. മസാല ഓവറില്ല. എനിക്ക് പഴയ ടേസ്റ്റ് കിട്ടിയാ? നോക്കട്ടെ. സൂപ്പർ കേട്ടോ. ബീഫ് ടോപ്പ്. മംഗള ബിരിയാണി കേട്ടോ. ഇത് മംഗള ബിരിയാണി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അയ്യോ എടുത്തില്ല. ആക്രമണം കാണിക്കുന്നു ഗൈസ്. കിട്ടിയത് തിന്നുന്നില്ല. അടുത്ത വേറെ എന്താണെന്നറിയോ? ഞാൻ ബിരിയാണി കഴിക്കുമ്പോഴേ ഞാൻ ഓവറായിട്ട് തൈര്, കച്ചമ്പറ്, അതുപോലെ അച്ചാർ ഒന്നും കൂടുതൽ കഴിക്കില്ല. കൂടുതൽ ഞാൻ ബിരിയാണി അത് അതേ ഫീൽ തന്നെ കിട്ടാൻ വേണ്ടി അങ്ങനെ കഴിക്കും കേട്ടാ. നീടാ പിന്നെ രാജാവാ. കയ്യൊക്കെ മാറ്റി ഒന്നിൻ്റെയും കുത്തലോ അല്ലെങ്കിൽ വേറെന്താ അനാവശ്യം ഒന്നുമില്ല അല്ലേ? ഭയങ്കര ഫ്ലേവർ. നിങ്ങളിത് കഴിച്ചെന്ന് നോക്കണം, എന്നാലേ അത് മനസ്സിലാവും. സെറ്റ് ടോപ്പ് ബിരിയാണി. മിക്കാസ് വന്നിട്ട് എന്തായാലും ട്രൈ ചെയ്യാം. ഒരു വട്ടം ട്രൈ ചെയ്താൽ പോരാ അല്ലേ? ഒരു വട്ടം വന്നാൽ എന്തായാലും കുറേ വട്ടം വന്നുകൊണ്ടിരിക്കും അല്ലേ? ഒരു അടിപൊളി കേട്ടോ. ഇതിങ്ങനെ ഒരു പീസ് എടുക്കുക കണ്ടോ, ബീഫിന് ഇങ്ങനെ പീസ് എടുക്കുക, ബിരിയാണിയിൽ ഇങ്ങനെ മിക്സ് ആക്കുക, ഇങ്ങനെ മിക്സ് ആക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ സൂപ്പർ കേട്ടോ. സോനു കഴിയേ സോനു. സൂപ്പർ ബിരിയാണി. ആശാന് പെപ്സി ഒന്നും ഇല്ലാണ്ട് ഇറങ്ങൂല അല്ല. കൊക്കക്കോള ഓൻ പറഞ്ഞത് കൊക്കക്കോള കുടിക്കണെ കുറിച്ച് കൂടുതൽ പോകുന്ന പറഞ്ഞല്ലേ ചോറ്.
പോയടാ അതിന് ഒഴിക്കരുത്. ചെരിച്ചിട്ട് വെക്കണം അല്ലേ? ഇവൻ ട്രിക്ക് അറിയാ. വെറുതെ കൊച്ചിയിൽ ഇത്ര ദിവസം നിൽക്കുന്നത്. ബീഫ് ബിരിയാണി അടിപൊളിയാട്ടോ ഗൈസ്. ഇത് അല്ലേ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം, അത്രയും ടേസ്റ്റ് ഉണ്ട് അല്ലേ? ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ക്യാമറാമാൻ കഴിച്ചിട്ടില്ല കേട്ടോ, മൂപ്പരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഓ ഈ ചിരിച്ചു മരിക്കുന്ന അങ്ങനെയുണ്ട്. ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ട്? ലെഗോണോ അത് ഉണ്ട്, നല്ല തന്നെ. എനിക്കതേ പറയാനുള്ളൂ. എന്താണ് നിന്റെ അഭിപ്രായം? മറ്റേ ഇപ്പോൾ നീ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ട്? കണ്ണൂരങ്ങല്ല നമ്പർ 1 ബിരിയാണികളല്ലേ? നീ ഇഷ്ടമായോ? നീ അലഹാബാദല്ലേ? അപ്പം എനിക്ക് ഇതിനെ പറ്റി എങ്ങനെയാണ് നിൻ്റെ ഒരു അവിടുത്തെ ബിരിയാണിയിൽ എങ്ങനെയാടാ? ഇതേ മസാല ഒന്നുമല്ലല്ലോ. റൈസൊക്കെ മാറുമോ? റൈസ് മാറുമല്ലേ? ബസ്മതി റൈസ് വരിക അല്ലേ? അതെനിക്ക് ഇഷ്ടമായത്. എത്ര പോയിന്റ് കൊടുക്കാം? 10-ൽ 10-ലൊരു 9 കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം അല്ലേ? എങ്ങനെ അതായത് ക്വാളിറ്റി ഒക്കെ? എടാ 19. ക്വാളിറ്റി ഒക്കെ എങ്ങനെയാ? റൈസിന്റെ ക്വാളിറ്റി, മസാല എല്ലാം സൂപ്പർ. എല്ലാ ആവശ്യത്തിലല്ലേ ഉള്ളൂ അല്ലേ? അടിപൊളി. എടാ ഫുള്ള് തീർത്താ പിന്നെ അത് നാളാ തീർന്നില്ല ഗൈസ്, തീർന്നില്ല, ഫുള്ളായി. ഉണ്ടല്ലേ? ഇല്ലോ എത്ര ബിരിയാണിക്ക് എത്രയാ? 600 അല്ലാടോ 620. എത്ര ഒരു ബിരിയാണിക്ക് എത്ര ഇപ്പോൾ? ഒരു ബിരിയാണിക്ക് ബീഫ് ബിരിയാണി 200, ചിക്കൻ ബിരിയാണി 190. 190 ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി 200. കല്യാണ ബിരിയാണി തന്നെ കേട്ടോ, കല്യാണ ബിരിയാണി. നമ്മുടെ സോഫ്റ്റ് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ മിക്കാസ് കേട്ടോ. എനിക്കങ്ങനെ അല്ലേ? സോഫ്റ്റ് കഴിഞ്ഞാൽ അടുത്തത് മിക്കാസിന് കൊടുക്കും അല്ലേ? സെറ്റ് അടിപൊളി കേട്ടോ, കഴിച്ച് നോക്കണം എന്തായാലും നമ്മൾ. എല്ലാം കൂടി 620 റുപ്യ. 620 ഒരു ചിക്കൻ ബിരിയാണി അല്ല, 2 ചിക്കൻ ബിരിയാണി, ഒരു ബീഫ് ബിരിയാണി, പിന്നെ ഒരു കൊക്കക്കോളി. 620. ലഗോൺ ചിക്കൻ ബിരിയാണി ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലഗോൺ ഈ അടുത്ത പ്രദേശത്തൊന്നും വേറെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ഇമ്പ്രഷനാണ്. ഇപ്പം പൊതുവെ മൊത്തത്തിൽ നല്ല ഇഷ്ടമാണ്. അപ്പം ലഗോൺ ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ഐറ്റാന്നല്ല, അതുകൊണ്ടാണ് ഇത്രയും കസ്റ്റമറും കാര്യങ്ങളും വരുന്നത്. സാധോടുകൂടിയുള്ള ബിരിയാണി കഴിച്ചിട്ടില്ലേ ആളെ സംതൃപ്തി കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്യാസ് യൂസ് ചെയ്യുന്നേ ഇല്ല, വിറകടുപ്പിലാണ്. അതാണ് ഇതിന്റെ മെയിൻ ടേസ്റ്റിന്റെ കാരണം. 4 വർഷമായി ഇവര് തുടങ്ങിയിട്ടല്ലേ? ഇവിടെയും മട്ടന്നൂർ ഉണ്ടായിരുന്നു അല്ലേ? മട്ടന്നൂര് അത് നടത്താൻ ആളില്ലാത്തതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ട് വന്നതാണ്. അപ്പം പിന്നെ ഒരു പുതിയ ഓപ്പണിംഗ് നടക്കുന്നുണ്ട് പയ്യന്നൂര് മാളില്. ഇത് 19-ന് അതെയോ? അപ്പൊ പയ്യന്നൂര് കാഞ്ഞങ്ങാട് സ്ഥലം എടുത്തിട്ടുണ്ട്. നല്ല പണി നടക്കുന്നുണ്ട്. അതും കണ്ണൂരേക്ക് നോക്കിക്കൂടെ? കണ്ണൂരേക്കും ശ്രമിക്കാം, നോക്കട്ടെ ഇത് എങ്ങനെ സ്പ്രെഡ് ആവുന്നു. ലൊക്കേഷൻ ഈസിയാണ് കേട്ടോ. തളിപ്പറമ്പ് അവിടെയാണ്, പരിയാരം അവിടെയാണ്. ഈ പോകുന്ന വഴിക്ക് ചുടല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നിക്കാസ് ബിരിയാണി വരുന്നത്. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ വഴി വരിക, കഴിച്ച് നോക്കുക. അടിപൊളിയാണ് കേട്ടോ.